നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, യഅതി അലന്നാസി സമാൻ, എന്റെ ഉമ്മത്തിന്റെ മേൽ ഒരു കാലഘട്ടം സംജാതമാകും, ലാ യബ്ഖാ അഹദുൻ ഇല്ലാ ആകില റിബാ, ആ കാലഘട്ടത്തിൽ പലിശ ഭക്ഷിക്കാത്തവൻ ആരും തന്നെ ഉണ്ടാവുകയില്ല. ഫമൻ ലം യഅകുൽ മിനർ റിബാ, അല്ലാഹുവിനെ പേടിച്ചിട്ട് ആരെങ്കിലും പലിശ തിന്നാതിരുന്നാൽ അസ്വാബഹു മിൻ ഗുബാരിഹി വഫീ റിവായത്തിൻ ഔ മിൻ ബുഖാരിഹി, പലിശയുടെ പുക പൊടി എങ്കിലും അവനെ തട്ടാതിരിക്കുകയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹയെ പേടിച്ചിട്ട് ഒരാള് പലിശയുമായി ബന്ധപ്പെടുന്നില്ല എന്നിരിക്കെ അള്ളാന്റെ റസൂൽ പറയുന്നു, അദ്ദേഹത്തിന് പലിശയുമായി ബന്ധമില്ല എങ്കിലും അദ്ദേഹത്തെ പലിശ സ്പർശിക്കാതിരിക്കുകയില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടം എന്റെ ഉമ്മത്തിന്റെ മേൽ സംജാതമാകുമെന്ന് ലോകത്തിന്റെ നായകനായ മുഹമ്മദ് മുസ്തഫ തങ്ങളെ പറഞ്ഞത് എത്ര പച്ചയായ സത്യം എന്നതിന്റെ തെളിവാണ്. ഒരു പലിശയുടെ അംശം പോലും തിന്നാത്ത ഉസ്താദിനെ എവിടെയെങ്കിലും വിളിച്ചുകൊണ്ട് ദുആയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടി ചെറുപ്പക്കാര് കാറോ ബൈക്കോ ആയിട്ട് വരികയും ആ ഉസ്താദിനെ കാറിന്റെയും ബൈക്കിന്റെയും മുകളിൽ കയറ്റിയിരുത്തി വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ആ വീട്ടിൽ നിന്ന് ഉസ്താദ് ദുആ ചെയ്യുകയും ചെയ്യുമ്പോൾ ഓർക്കണം, ഉസ്താദേ നിങ്ങൾ യാത്ര ചെയ്ത വണ്ടി CC ഇട്ട വണ്ടിയാ, നിങ്ങൾ യാത്ര ചെയ്യുന്ന കാറ് CC ഇട്ട കാറാണ്, നിങ്ങൾ വീട് പാലി കാച്ചാൻ പോകുന്ന ആ വീടിന്റെ അടിത്തറ 2 ലക്ഷം ബേസ്മെന്റ് കെട്ടിയത് അത് പലിശയുടെ പൈസ എടുത്തിട്ടാണ്, അതിന്റെ മുകളിൽ ഇരുന്നിട്ട് ഉസ്താദ് യാസീനോട് ദുആ ചെയ്യുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അസാബഹു മിൻ ഗുബാരിഹി ഔ മിൻ ബുഖാരിഹി. ശരിയോ തെറ്റോ ഞാൻ പറഞ്ഞത്? ഞാൻ അടക്കം എന്റെ കുറ്റം അടക്കം പറയാ. പോയി ദുആ ചെയ്യുമ്പോൾ CC ഇട്ടോണ്ട് വണ്ടിക്കകത്ത് കയറി ഇരുന്ന് പോകുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? പൊടി അടിക്കുന്നില്ല അടി കൂടെ. വീട്ടിൽ പോയിരിക്കുന്നു, വീടിന്റെ നല്ല എന്താ പറയാ വെട്രിഫൈഡ് ടൈലില് ഗ്രാനൈറ്റിൽ ഇരുന്ന് ഉസ്താദ് ദുആ ഇറക്കുന്നു, ദുആ ചെയ്യുന്നു, അടിയിൽ നിന്ന് എന്താ കയറുന്നത്? പൊടി, പലിശയുടെ പൊടി. 2 ലക്ഷം ലോൺ, 2 ലക്ഷം ലോൺ. നിസ്കാരത്തിന് ഒരു കുറവില്ല, ദുആയ്ക്ക് ഒരു കുറവില്ല, കൃത്യസമയം 5 വഖത്ത് കൃത്യമായി വന്ന് പള്ളിയിൽ നിസ്കരിക്കും. എല്ലാം കഴിഞ്ഞു, ലോണും ഇല്ല, ഒന്നുമില്ല, ഒരു പരിപാടിയില്ല, ഒരു പ്രശ്നവുമില്ല, ഒന്നുമില്ല. ശരി, താത്താമാർ ഒരു പ്രശ്നവുമില്ല, ലോൺ എടുക്കില്ല, ഒന്നും ചെയ്യൂല, പലിശ തിന്നേയില്ല, ഒന്നും ചെയ്യൂല. പിന്നെ ഒരൊറ്റ പരിപാടിയുള്ള എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ കൈ കിടക്കുന്ന വള എടുത്തുകൊണ്ട് ബാങ്കിൽ വെച്ച് പണയം വെക്കും. അത് മാത്രമേ ഉസ്താദ് ഞങ്ങൾ ചെയ്യാറുള്ളൂ. അതിനെന്താ കുഴപ്പം? നമ്മൾ പലിശ തിന്നുന്നില്ല, അങ്ങോട്ട് കൊടുക്കുമല്ലേ. എന്നിട്ട് താത്ത മുസാഫ് കൈ പിടിച്ചോണ്ട് ദുആരക്ക് നാടിയാടി ദുആരക്ക് ഒരു ദുആയും എന്റെ പൊന്ന് സലീന താത്ത സ്വീകരിക്കൂല. എന്താ കാരണം? മോതിരം സ്റ്റേറ്റ് വാങ്ങിയിരിക്കുന്നു, വള സ്റ്റേറ്റ് വാങ്ങിയിരിക്കുന്നു, സൊസൈറ്റി ഇരിക്കുന്നു. 2000 രൂപയ്ക്ക് വെച്ച സാധനം തിരിച്ചെടുക്കണമെങ്കിൽ 3000. അതിന്റെ എന്താ ആവശ്യം? അപ്പൊ 1000 രൂപ എന്താ? ഏത് വകയിൽപ്പെട്ടതാ? ഏത് വകയിൽപ്പെട്ടതാ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ലഅനല്ലാഹു ആകില റിബാ വ മൂകിലഹു ഐ ആഖിദഹു വ മുഅതി. പലിശ വാങ്ങലും കൊടുക്കലും ശിക്ഷയാണ്. ഇങ്ങോട്ട് വാങ്ങിയാലും നീ പണയം വെച്ചിട്ട് പലിശ അങ്ങോട്ട് കൊടുത്താലും അല്ലാഹു അവരെ ശപിച്ചിരിക്കുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സലാത്ത് പോലും ചൊല്ലാൻ നമുക്ക് മടി. കാരണം എന്താ? ഇങ്ങനെയാണ് ഇനി ജീവിച്ചിട്ട് വലിയ കാര്യം. ഇനിയിപ്പോ സലാത്തിലോട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല, എന്തിനാ വേറെ ജോലിയൊന്നുമില്ലേ? ഞാൻ ആരാളെ പ്രസംഗിക്കാൻ വിളിച്ചത്? മനുഷ്യനെ മൊത്തം ജീവിക്കാൻ സമ്മതിക്കൂല ഇവിടെ. ചെറുപ്പക്കാർക്ക് നാളെ അടികൊള്ള റെഡിയായിട്ടിരുന്നു. ദീനിന്റെ കാര്യം പറയുന്നതിന് ഇപ്പൊ നമ്മളെ പേടിക്കേണ്ട കാര്യം എന്താ അല്ലേ? എന്റെയും കൂടെ കാര്യമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു വലിയ ആളൊന്നും അല്ലല്ലോ. പക്ഷെ അള്ളാന്റെ റസൂലിന്റെയും ദീനിന്റെ കാര്യം ഖുർആനിലും ഹദീസിലും അങ്ങ് ഇരുന്നാൽ മതിയോ? ഇതൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ? നമുക്ക് മനസ്സിലാക്കണ്ടേ? ഇത്ര നാളും ചെയ്തു പോട്ടെ, ഇനി തൗബ ചെയ്യാലോ. ഏത് ഇനിയെങ്കിലും തൗബ ചെയ്യാലോ അല്ലേ? ചെയ്തൂടെ? അതാ നമ്മൾ പറയുന്നത്. പക്ഷെ ഇത് പറയാതിരുന്നാലോ? ഇത് പറയാതിരുന്നാൽ നാളെ വീണ്ടും കൂടെ കൊണ്ടുപോയി രാവിലെ തിരുവനന്തപുരം വരെ പോകണം, പൈസ ഇല്ല, ഒരു മോതിരം ഇരിപ്പുണ്ട്, അത് കൊണ്ട് വെച്ചിട്ട് പണയം വെച്ചിട്ട് വീണ്ടും പോകും. ഹജ്ജിനും ഉംറക്കും വരെ പോകാൻ പണയം വെച്ചിട്ട് പോകും. ഹജ്ജിനും ഉംറക്ക് ഈ അടുത്ത സമയത്ത് ഒരു സഹോദരി എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, എനിക്ക് പണ്ട് ഇരിപ്പുണ്ട്, വടക്കുന്ന് ചോദിച്ചതാ, പണ്ട് ഇരിപ്പുണ്ട്, സ്വർണ്ണം ഇരിപ്പുണ്ട്, അത് പണയപ്പെടുത്തണം, ഭർത്താവ് അത് വിൽക്കാൻ സമ്മതിക്കുന്നില്ല, അത് പണയപ്പെടുത്തിട്ട് ഉംറക്ക് പോകാവോ? ഞാൻ പറഞ്ഞു അത് ഹറാം. ഒരു കാര്യം ഇവിടെ ശ്രദ്ധിച്ചോളി, ഒരു വിഷയം വരുമ്പോൾ തൊട്ടടുത്ത വിഷയത്തിലേക്ക് പോവാ, പറയാതിരിക്കുന്ന അങ്ങനെ. ഹജ്ജിന് പോകുമ്പോ നമ്മൾ ദ്വാരക്കാറുണ്ട്, മഖബൂലും മബ്റൂറുമായ ഹജ്ജാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, എന്റെ വാപ്പയുടെ ഹജ്ജ്, എന്റെ ഉമ്മയുടെ ഹജ്ജ് അത് മഖബൂലാക്കണേ അല്ലാഹ്, മബ്റൂറാ
ഒഴിവാക്കണേ അല്ലാ. ഉസ്താദ് ഹജ്ജ് യാത്രയ്ക്ക് ഹജ്ജ് കല്യാണം ഉണ്ടല്ലോ, ഹജ്ജ് കല്യാണം, ഹജ്ജിന് പോകുന്നതിന് മുമ്പ് ഒരു കല്യാണം നടത്തുമല്ലോ വീട്ടില്. അപ്പൊ ആ ഹജ്ജ് കല്യാണത്തിന് പോയിരുന്ന് ദുആ ഇറക്കാറുണ്ട്. ആ ദുആ എന്താ ചെയ്യാ? അല്ലാഹുവേ ഹജ്ജ് മഖ്ബൂലും മബ്റൂറുമാക്കണേ അല്ലാ. ഹജ്ജ് കല്യാണം എന്ന് പറയുമ്പോൾ വിഷമിക്കൊന്നും വേണ്ട. ഈ പൊടി പൊടിച്ച് നാട്ടുകാരെ മുഴുവനും ബാക്കി ചാപ്പാടും കൊടുത്ത് ഈ ആഡംബരം കാണിച്ചിട്ട് ഹജ്ജിന് പോകേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് അത്രയും പൈസ ഉണ്ടെങ്കിൽ ആ സാധുക്കളെ സഹായിക്കാൻ വേണ്ടി ആ പൈസ ഒരു കെട്ടെടുത്ത് വെച്ചിട്ട് ഒരു 10,000-2,000 റുപ്യ ഓരോ വീടുതോറും കയറി ഇറങ്ങിയിട്ട് രഹസ്യമായിട്ട് അവരുടെ കയ്യിൽ കൊടുത്തിട്ട് ദുആ ചെയ്യും, ഞാൻ ഇതുപോലെ ഹജ്ജിന് പോകണം, നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളത് മാപ്പാക്കണം, അള്ളാഹു നമുക്കൊക്കെ നല്ല കൂലി തട്ടെ, നല്ല ദുആ ഇരുന്നിട്ട് അങ്ങനെ പോകും. അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പ്രസക്തി കിട്ടോ? പാവപ്പെട്ട സഹോദരി തൊട്ടയൽവക്കത്തെ പട്ടിണി കിടക്കുകയാ. തന്റെ മക്കളൊക്കെ നല്ല ബുദ്ധിയുണ്ട്, പഠിപ്പിക്കാൻ പൈസ ഇല്ല, യൂണിഫോമിന് കാശില്ല, പലചരക്ക് സാധനങ്ങൾ വാങ്ങാൻ കടയിൽ പോകാൻ പറ്റൂല, അവിടെ കടം കയറിയിരിക്കുകയാണ്, പട്ടിണി കിടക്കുന്നു. പച്ചവെള്ളവും പേരക്കായും തിന്നിട്ടാ മക്കൾ സ്കൂളിൽ പോണത്. അവന്റെ വീട്ടിൽ പോയിട്ട് ഒരു 2,000 റുപ്യ നീ കൊണ്ട് കൊടു, അല്ലെങ്കിൽ ഒരു കറിയെടുത്ത് കൊടു, അൽഹംദുലില്ലാ ഞാനൊരു നല്ല വഴിക്ക് പോവാണ്, ദുആ ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് സന്തോഷമുണ്ട്. അത് ചെയ്യുവോ? അതോടെ സൂക്ഷിച്ച് അള്ളാഹെ ഭയപ്പെട്ട് ജീവിക്കും. അള്ളാഹ് എനിക്ക് നിങ്ങൾക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത് വിഷയം, എന്റെ വിഷയം ഒന്നും തുടങ്ങിയിട്ടില്ല, അങ്ങനെ ഇരിക്കണം എല്ലാവരും കേട്ടോ. എല്ലാം മനസ്സിലാക്കാനുള്ള എനിക്ക് നിങ്ങൾക്ക് തൗഫീഖ് നൽകട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ജുംല മുഴുത്തരുള്ള ഇടയ വിഷയങ്ങൾ കയറി പോകുമ്പോൾ അതൊക്കെ നമ്മൾ അങ്ങനെ അങ്ങ് ചർച്ച ചെയ്ത് പോവാ. കുഴപ്പമില്ല, അതൊക്കെ എല്ലാം പഠിക്കാനുള്ള വിഷയങ്ങൾ തന്നെയാണല്ലോ. ചെറുപ്പക്കാർ പിള്ളേർ പറഞ്ഞ് പാട്ട് പാടുന്നത്, ഞാൻ പറഞ്ഞു യേശുദാസിനെ വിളിച്ചാൽ മതിയെന്ന്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് ശ്രദ്ധിച്ച് അല്ലാഹു തആല കാര്യം മനസ്സിലാക്കാൻ എനിക്ക് നിങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മബ്റൂറായ ഹജ്ജ്, മഖ്ബൂലായ ഹജ്ജ്. മഖ്ബൂലും മബ്റൂറും ഹജ്ജ് വേണമെന്ന് നമ്മൾ ദുആ ചെയ്യുമ്പോൾ ഈ മഖ്ബൂലും മബ്റൂറും എവിടെയാ ഉള്ളത്? ഇത് മക്കയിലൊന്നും അല്ല ഉള്ളത്, ഇത് മദീനയിലും ഉള്ള കാര്യമല്ല. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജാക്കണേ എന്ന് ദുആ ചെയ്യുമ്പോ ഓർക്കണം സഹോദരങ്ങളെ, മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഏതൊരു ഹാജി നാട്ടിൽ നിന്ന് ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്നുവോ ഈ നാട്ടിൽ വെച്ച് തന്നെയാണ് അള്ളാഹു തീരുമാനമെടുക്കുന്നത്. അവന്റെ ഹജ്ജ് മഖ്ബൂലാണോ അതല്ല മബ്റൂറാണോ, അവന്റെ ഉംറ മഖ്ബൂലാണോ അതല്ല മബ്റൂറാണോ എന്ന് തീരുമാനിക്കുന്നത് അള്ളാഹു ഈ നാട്ടിൽ വെച്ച് തന്നെയാണ്. എന്താണ് മഖ്ബൂലിന്റെ അടയാളം? എന്താണ് മബ്റൂറിന്റെ അർത്ഥം? മഖ്ബൂൽ എന്ന് പറഞ്ഞാൽ ഹലാലായ സമ്പാദ്യം കൊണ്ട് ഹജ്ജിന് പോകുന്നതിനാണ് മഖ്ബൂൽ എന്ന് പറയുക. ഇത് മക്ക കിട്ടുന്ന സാധനമാണോ? ഹലാലായ പൈസ, പലിശയും ആകാൻ പാടില്ല, പണയം വെച്ച പൈസയും ആകാൻ പാടില്ല. ഹലാലായ പൈസ, ശുബ്ഹത്ത്, ഒരു അവ്യക്തതയും ഒരു ശുബ്ഹത്തും ഒരു സംശയമുള്ള പൈസ ആകാൻ പാടില്ല. ഹലാലായ പൈസ, ശുദ്ധ ഹലാലായ പൈസ. ഈ ഹലാലായ പൈസ കൊണ്ട് ഹജ്ജിന് പോകുമ്പോൾ ആ വാഹനത്തിൽ കയറുമ്പോൾ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. അല്ലാഹുവേ, പാവങ്ങൾ ചെയ്ത മനസ്സുമായി നിന്റെ വീട്ടിലേക്ക് നാട്ടിലേക്ക് പുറപ്പെട്ടു വരികയാണ് റബ്ബേ. അല്ലാഹുവേ, അതിനുവേണ്ടി വാഹനത്തിൽ കാലെടുത്ത് വെച്ച ഈ പാവപ്പെട്ട ഭാവി റബ്ബേ, എന്റെ വിളിക്ക് നീ ഉത്തരം നൽകണേ അല്ലാ എന്ന് ഏതൊരു ഹാജി ഈ നാട്ടിൽ വെച്ച് വാഹനത്തിൽ കയറുമ്പോ തൽബിയത്ത് ചൊല്ലുമ്പോ അവന്റെ ഹജ്ജ് കബൂലായി എന്നതിന്റെ തെളിവ് ആകാശത്ത് നിന്ന് വിളിച്ചു പറയുമത്രേ, ലബ്ബൈക സഅദീ ഹജ്ജുക മബ്റൂറുൻ വ മഖ്ബൂൽ. നിന്നെ അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നു, നിന്റെ ഹജ്ജ് സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു. കാരണം നിന്റെ സമ്പത്ത് ഹലാൽ, നിന്റെ വരവ് ഹലാൽ. അതുകൊണ്ട് അല്ലാഹു നിന്റെ ഹജ്ജ് സ്വീകരിച്ചിരിക്കുന്നു എന്ന് വാനലോകത്തു നിന്ന് മാലാഖമാര് വിളിച്ചു പറയുമത്രേ. ഔവ്യക്തത നിറഞ്ഞ സമ്പത്തുമായി, പലിശയുടെ അംശമുള്ള സമ്പത്തുമായി, ഹറാമിന്റെ അല്പമെങ്കിലും സമ്പത്തുമായി ഏതൊരാൾ ഹജ്ജിന് പോകുന്നുവോ അവൻ വാഹനത്തിൽ കയറിയിട്ട് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക എന്ന് പറയുമ്പോ ആകാശത്ത് നിന്ന് വിളിച്ചു പറയുകയാ, ലാ ലബ്ബൈക വലാ സഅദീക സാദുക ഹറാം വമത്അമുക ഹറാം വമശ്റബുക ഹറാം വമൽബസുക ഹറാം. നിനക്ക് അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യതയില്ല, നിന്റെ വാക്ക് അല്ലാഹു സ്വീകരിക്കുകയില്ല, നിന്റെ യാത്രയെ അല്ലാഹു അംഗീകരിക്കുകയില്ല. കാരണം നിന്റെ സമ്പത്ത് ഹറാം, നിന്റെ വസ്ത്രം ഹറാം, നിന്റെ സമ്പാദ്യം ഹറാം. ഹജ്ജ്
ഹജ്ജുക മർദൂദ്, നിന്റെ ഹജ്ജ് നിനക്ക് തിരിച്ചു തള്ളപ്പെട്ടിരിക്കുകയാണ്, അത് അല്ലാഹു സ്വീകരിക്കുകയില്ല. നീ ഇങ്ങോട്ട് വെറുതെ വന്നിട്ട് പോകാമെന്നല്ലാതെ മറ്റു വഴിയൊന്നുമില്ല. ആകാശത്തെ വിളിച്ചു പറയും മഖ്ബൂലല്ലാത്ത ഹജ്ജ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. സമ്പത്ത് സൂക്ഷിച്ചിട്ട് ഹലാലായ സമ്പത്ത് കൊണ്ട് പോകണം. മബ്റൂറായ ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഹജ്ജ് ചെയ്തിട്ട് മടങ്ങി വന്ന സഹോദര നാട്ടിൽ വന്ന് 40 ദിവസം ദാടിയും വെച്ചുകൊണ്ട് നടക്കും, തൊപ്പിയും വെച്ചുകൊണ്ട് നടക്കും. 40ാമത്തെ ദിവസം കഴിയുമ്പോ പെതുക്കെ തൊപ്പി എടുത്ത് മാറ്റിയിട്ട് ലേസ് കെട്ടും. പിന്നെയും 10-20 ദിവസം കഴിയുമ്പോ ലേസ് എടുത്ത് മാറ്റിയിട്ട് ക്യാപ്പ് വയ്ക്കും. പിന്നെ ഒരു 20 ദിവസം കഴിയുമ്പോ ആ ക്യാപ്പും എടുത്ത് മാറ്റും. നീളം കൂടിയ താടി വെട്ടിക്കുറയ്ക്കും. പിന്നെ ഡ്രിമ്മ് ചെയ്യും. പിന്നെ ആ ഡ്രിമ്മിന്റെ എണ്ണം കുറയ്ക്കും. അവസാനം ഒരു 6 മാസം കഴിയുമ്പോ വടിച്ചു കളയും. കോയാക്കുട്ടി ഹാജിയാരെ, നിങ്ങളിപ്പോ വെറും ഒരു കോയമായി മാറിയല്ലോ. എല്ലാം വടിച്ച് ക്ലീൻ ചെയ്ത് ഹാജിയാരാ, ഹാജി ഹാജി വലിയ ഹാജി. അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം എന്താ? കബൂലല്ലാതെ അർത്ഥം, കബൂലായിട്ടില്ലാന്നർത്ഥം. ഹജ്ജ് ചെയ്ത ഒരു സഹോദരൻ മടങ്ങി വന്ന് മരിക്കുന്നത് വരെ അല്ലാഹയെ ഭയന്ന് ജീവിക്കുന്നവനായി മാറിയാൽ, ഇസ്ലാമിന്റെ ശിയാറുകളോടുകൂടി അവൻ ജീവിച്ചാൽ അവന്റെ ഹജ്ജാണ് മബ്റൂറായ ഹജ്ജെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വ്യക്തമാക്കി മഖ്ബൂലും മബ്റൂറും എന്താണെന്ന് മനസ്സിലാക്കി തരുന്നു. ഇതാണ് മഖ്ബൂലുൻ മബ്റൂറും. ഇത് മക്കയിലും മദീനയിലും അവിടുത്തെ സൂക്കിലും അവിടുത്തെ പിന്നെ ഇവിടെ കിട്ടുന്ന കാര്യമല്ല. നമ്മൾ വിചാരിക്കും മഖ്ബൂല് സഫാട മോളിലും മബ്റൂർ മർവാട മോളിലും കിട്ടുന്ന സാധനമാണ്, അത് ഇനി മേടിച്ചുകൊണ്ട് വേണം ഇവിടെ വരാൻ. അത് 2 രൂപത്തിൽ അല്ലാഹു ആക്കി തന്നിരിക്കുക. ഒന്ന് ഈത്തപ്പഴത്തിന്റെ രൂപത്തിലും, ഒന്ന് സംസം വെള്ളത്തിന്റെ രൂപത്തിലും. അപ്പൊ ഈ സംസം വെള്ളം ഈത്തപ്പഴം ഒരാൾക്ക് കൊണ്ട് കൊടുക്കുമ്പോ ഓന്റെ ഹജ്ജും മഖ്ബൂലും മബ്റൂറുമായി. ഇവിടെ വന്നിട്ട് ചീത്ത വിളിക്കുക, ഇവിടെ വന്നിട്ട് ആക്ഷേപം പറയുക, ഇവിടെ വന്നിട്ട് പരിഹസിക്കുക, ഇവിടെ വന്നിട്ട് മറ്റൊരാളുടെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പുക, അവനെ വെറുപ്പോടെ കാണുക, അവനോട് നല്ല നിലയിൽ പെരുമാറാതിരിക്കുക. ഇങ്ങനെയുള്ള ഒരു വ്യക്തി ഹാജിയാവുകയില്ല. കേവലം അവൻ നാമധാരിയായ ഹാജി മാത്രമാ. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാ, 3 പേരാണ് ഹജ്ജിന് വേണ്ടി വിളിക്കുന്നത്. ഹജ്ജിന് വേണ്ടി വിളിക്കുന്നത് 3 പേരാണ്. ഒന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, 2 മലക്കുൽ മൗത്ത്, 3 പിശാചുൽ ഐൻ. 3 പേരാ ഹജ്ജിന് ഉംറയ്ക്ക് വേണ്ടി വിളിക്കുന്നത്. 3 പേര്. ഒന്ന് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആരെ ഹജ്ജിന് വേണ്ടി വിളിക്കുന്നുവോ അവർ പോയി ഹജ്ജ് ചെയ്തിട്ട് അല്ലാഹയെ പേടിച്ച് ഹലാലായ സമ്പാദ്യം കൊണ്ടുപോയി ഹജ്ജ് ചെയ്തിട്ട് അവർ മടങ്ങി വന്നിട്ട് മരിക്കുന്നത് വരെ അല്ലാഹയെ പേടിച്ച് ജീവിക്കുന്ന ഒരു ഹാജി ഉണ്ടെങ്കിൽ ഓർത്തുകൊള്ളണം, ഈ ഹാജിയെ വിളിച്ചത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്. അദ്ദേഹത്തിന്റെ ഹജ്ജ് കബൂലായി എന്നതാണ് അതിന്റെ തെളിവ്. രണ്ടാമതൊരു കൂട്ടർ ഹജ്ജിന് വേണ്ടി പോകും. ഹജ്ജിന് വേണ്ടി ഹലാലായ സമ്പാദ്യവുമായി പോയിട്ട് ആ പരിശുദ്ധമായ മക്കയിലോ മദീനയിലോ അല്ലെങ്കിൽ ഹജ്ജിന്റെ യാത്രയിലോ എവിടെയെങ്കിലും വെച്ച് മരണം സംഭവിക്കും. അങ്ങോട്ട് പോയിട്ട് അവിടെ അടക്കം ചെയ്യപ്പെടുന്ന ഒരവസ്ഥയിലാണെങ്കിൽ ഓർത്തുകൊള്ളണം, ഈ വ്യക്തിയെ വിളിച്ചത് മലക്കുൽ മൗത്താണ്. അവിടെ പോയിട്ട് മരിച്ചാൽ ആരെ വിളിച്ച? മലക്കുൽ മൗത്ത് അസ്രായിൽ വിളിച്ചു. അവിടെ പോയി റൂഹ് പോയി. മൂന്നാമതൊരു കൂട്ടരെ വിളിക്കും ശൈത്താൻ, പിശാച് വിളിക്കും. ഈ കൂട്ടർ ഇവിടുന്ന് പോകുമ്പോഴേ ട്രാവൽസുകാരുമായിട്ട് പ്രശ്നം, വണ്ടി കേഴുമ്പം പ്രശ്നം, ചാപ്പാട് കുറവെന്ന പ്രശ്നം, ആഹാരത്തിൽ എന്തെങ്കിലും ന്യൂനത വന്ന പ്രശ്നം, റൂമിൽ എന്തെങ്കിലും കിടക്കയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്ന പ്രശ്നം, മക്കയെന്നോ മദീനയെന്നോ ആദരിക്കപ്പെട്ട സ്ഥലമെന്നോ നോക്കാതെ അവിടെ പ്രശ്നത്തോടെ ബഹളമുണ്ടാക്കിയ ഈ ഹാജിയാര് തൊപ്പിയും താടിയും വെച്ച് ഈ നാട്ടുകാർക്ക് വന്നിട്ട് ഇവിടെ വരട്ടെ, 2 ലക്ഷം രൂപ കൊടുത്തിട്ട് കൊണ്ടുപോയിട്ട് ഞങ്ങളെ കൊണ്ട് അസീസിയായി കൊണ്ടിട്ടതാ, ഇങ്ങോട്ട് വരട്ടെ, അവന് ഞാൻ കൊടുക്കാമെന്ന് അവിടെ വെച്ച് കില്ല പിടിച്ച് പ്രതിജ്ഞയെടുക്കും. അയാൾ ഇങ്ങ് വന്നിട്ട് ട്രാവൽസുകാരുമായി ദ്വന്ദ്വയുദ്ധമാണ്. ഇദ്ദേഹത്തിന്റെ പേരും ഹാജിയാണ്. ഓർത്തുകൊള്ളുക, ഇദ്ദേഹത്തെ കൊണ്ടുപോയത് ശൈത്താനാണ്. ശൈത്താൻ കൊണ്ടുവരെ പ്രശ്നം ഉണ്ടാകുള്ളൂ. അവിടം വരെ പോയി അങ്ങോട്ടും പ്രശ്നം, ഇങ്ങോട്ടും പ്രശ്നം, അവിടെയും പ്രശ്നം, ഇവിടെയും പ്രശ്നം. തിരിച്ചു വന്നാലും പ്രശ്നം. തിരിച്ചു വരുമ്പോൾ എല്ലാ അവസ്ഥകളും മാറ്റി പഴയ അവസ്ഥയിൽ പോയ ആരാത്? ശൈത്താൻ. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ.